പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ തിരുലിഖിതം. നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം മരിച്ചു, അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ഭൂമിയിൽ ആദ്യം ഒരു തവണ വന്നു അല്ലേ? യേശു ആദ്യം ഭൂമിയിലേക്ക് വന്നത് രാജാവായിട്ടാണോ? ആണോ? ആദ്യം യേശു ഭൂമിയിലേക്ക് വന്നത് വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുക. ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തുടച്ചു മാറ്റുക. വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി യേശു ഭൂമിയിലേക്ക് വന്നു. രാജാവായിട്ടാണ് വന്നത്? അല്ല. പിന്നെ എങ്ങനെ വന്നു? ദാസൻ്റെ രൂപമെടുത്ത് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് തന്നെ തന്നെ താഴ്ത്തി കാലിക്കൂട്ടിൽ ബത്ലഹം നഗരിയിൽ പുൽത്തൊഴുത്തിൽ ഒരു ശിശുവായി ഭൂജാതനായി. അതിനുശേഷം പരസ്യജീവിതം നടത്തി. അതിനുശേഷം അവിടുന്ന് കുരിശിൽ തൂങ്ങി മരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു കുരിശിൽ തൂങ്ങി മരിക്കാൻ കാരണമുണ്ട്. അങ്ങനെ യേശു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ തൂങ്ങി മരിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാപങ്ങളുടെ പരിണത ഫലമായി ജീവിതത്തിൽ വലിയ തകർച്ച നേരിടേണ്ടി വരുമായിരുന്നു. കാരണം പാപത്തിൻ്റെതായ സ്വഭാവമുണ്ട്. പാപത്തിൻ്റെ സ്വഭാവം ബൈബിളിൽ കാണുന്ന എങ്ങനെയാണ്? നാം ഒരു പാപം ചെയ്ത് കഴിയുന്നതോടുകൂടെ ആ പാപത്തിന് നമ്മുടെ സമസ്ത കാര്യത്തിൻ്റെ മേലും അധികാരമുണ്ട്. നമുക്കുള്ള സമ്പത്ത്, വാഹനങ്ങൾ, മക്കൾ, കുടുംബം, സൽപ്പേര്, സ്ഥാനമാനങ്ങൾ, ആരോഗ്യം, കാഴ്ച, കേൾവി, കൈകാലുകൾ, സന്ധിബന്ധങ്ങൾ, പിന്നെ പാരമ്പര്യം, എന്തെല്ലാം വസ്തുവകകൾ നമുക്കുണ്ടോ, നമുക്കുള്ള സർവത്തിൻ്റെ മേലും അധികാരം നാം ചെയ്യുന്ന ഓരോ പാപത്തിനും ഉണ്ട്. ഇത് നമ്മൾ വായിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 27-ാം അധ്യായം 10-ാമത്തെ തിരുലിഖിതത്തിലാണ്. പ്രഭാഷകൻ 27:10. സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു, പാപം പാപിയെ കാത്തിരിക്കുന്നു.
സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുക. സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇര ഭക്ഷണം തേടി മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഇറങ്ങുമ്പം ഇര കാണാത്ത വിധം സിംഹം എവിടെയെങ്കിലും എന്തു ചെയ്യും? ഇങ്ങനെ പതുങ്ങിയിരിക്കും, അല്ലേ? പതുങ്ങിയിരിക്കുന്ന സമയത്ത് ഇര യാതൊരു അപകടമില്ലെന്ന് വിചാരിച്ച് അങ്ങനെ മേച്ചിൽപ്പുറത്തേക്ക് ഇറങ്ങി മേയുന്ന സമയത്ത് പൊടുന്നനെ സിംഹം എന്തു ചെയ്യും? സിംഹം ആ ഇരയുടെ മേൽ ചാടി വീഴും. ചാടി വീണ് ആ ഇരയെ സംഹരിക്കും. സിംഹം ഇരയുടെ മേൽ ചാടി വീഴുന്ന സമയത്ത് ഇര എന്തു ചെയ്യും? തിന്നോന്ന് പറഞ്ഞ് നിന്നോടുകോ? ഇതെവിടെ ഇത്തിരി കൂടെ ഇറച്ചി ഈ ഭാഗത്തുണ്ട്, അതും കൂടെ കടിച്ചോളാൻ പറഞ്ഞ് നിൽക്കുവോ? എന്തു ചെയ്യും? ഇര ആ സമയത്ത് ജീവനം കൊണ്ട് പറക്കം പായും. ആ ഓട്ടം എങ്ങനത്തെ ഓട്ടാ? രാവിലെ വ്യായാമം ചെയ്യാൻ ഓടുന്ന പോലെയാണോ? ആണോ? ആ ഓട്ടം ഒരു ഓട്ടം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇര പ്രാണരക്ഷാർത്ഥം ഇവിടുന്ന് ചെത്തിപ്പുഴയ്ക്കും, ചെത്തിപ്പുഴയെന്ന് ലേക്ക് ഷോറിലേക്കും, ലേക്ക് ഷോറിൽ നിന്ന് വെല്ലൂരിനും, വെല്ലൂരിൽ നിന്ന് പിന്നെ പൈസ ഉണ്ടെങ്കിൽ ജർമ്മനിക്കൊക്കെ പായും. പ്രാണനും കൊണ്ടാണ് ഓടുന്നത്. നാളെ ആട്ടെ, ഈ ആഴ്ച എനിക്ക് ലീവില്ല, അടുത്ത ആഴ്ച പോകാമെന്ന് വെക്കില്ല. ക്രിട്ടിക്കലാണ് എന്നൊന്ന് കേട്ടാൽ മതി. 4th സ്റ്റേജാണ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ലീവുണ്ടോ? ഈ ആഴ്ച റെസ്റ്റ് വേണം, എനിക്ക് കഴിഞ്ഞ ആഴ്ച നല്ല പണിയായിരുന്നു, റെസ്റ്റ് എടുത്ത് അടുത്ത ആഴ്ച ഞാൻ പോയിക്കൊള്ളാം. അങ്ങനെയൊന്നുമില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് ജോലി പോയാൽ പോട്ടെ, വിഷയമല്ല. ഒരു കൺവെൻഷൻ പോലും വന്നാൽ ജോലി പോട്ടെ എന്ന് പറഞ്ഞാൽ ആരും വരാറില്ല. കുറച്ച് പേര് വരും, അതത്രയും തീഷ്ണമതികൾ കുറച്ച് പേരുണ്ട്. ബാക്കി 20 ആളുകൾ ലീവൊക്കെ ഉണ്ടെങ്കിൽ, ആയാസം ഉണ്ടെങ്കിൽ, സമയം ഉണ്ടെങ്കിലൊക്കെ വരും. അല്ലെങ്കിൽ പറ്റില്ല എന്ന് തിരക്കാം, അല്ലെങ്കിൽ ഭയങ്കര ജോലി ടൈറ്റാണ്, ഒരു നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കും. പക്ഷേ ഇങ്ങനത്തെ സിംഹം പിടികൂടി ഇരയുടെ മേൽ സിംഹം ചാടി വീണാൽ പിന്നെ അത് 4th സ്റ്റേജിലാണെങ്കിൽ പറയുകയും വേണ്ട. പിന്നെ ജോലിയും വിഷയമല്ല, സമ്പത്തും വിഷയമല്ല, ഒന്നും വിഷയമല്ല, കല്യാണവും വിഷയമല്ല, മക്കളുടെ വരവും വിഷയമല്ല. ഈ പ്രാണരക്ഷാർത്ഥമുള്ള ഓട്ടമാണ്. പിന്നെ ഓടുമ്പം സിംഹം എന്ത് ചെയ്യും? അയ്യോ അത് പോട്ടെ, അത് പാവം സാധു, അതൊരു കൂലിപ്പണിക്കാരനാണല്ലോ, നല്ല മുഴുത്ത വരണത് ഒരു ഉദ്യോഗസ്ഥനെ പിടിക്കാം എന്ന് വിചാരിക്കുക. എന്തു ചെയ്യും? അതിപ്പോൾ കൂലിപ്പണിക്കാരനാണോ ഉദ്യോഗസ്ഥനാണോ, പണമുണ്ടോ പണം ഇല്ലയോ, കടബാധ്യതയുണ്ടോ ഇല്ലയോ, പഠിപ്പുണ്ടോ ഇല്ലയോ, കുട്ടിയാണോ മുതിർന്നതാണോ എന്നൊന്നും വിചാരമില്ല. സിംഹം ഇരയുടെ മേൽ ചാടി വീണാൽ പിന്നെ ആ ഇരയെ പിന്തുടർന്ന് സംഹരിക്കും, പിന്നെ ആഹരിക്കും. ഹല്ലേലൂയ. ഈ ഒരു ഉപമ പരിശുദ്ധാത്മാവ് എടുത്തിട്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരു പാപം നാം ചെയ്ത് കഴിയുന്നതോട് കൂടെ ആ പാപത്തിന് നമ്മുടെ മേൽ ഒരു അധികാരമുണ്ട്. ഇപ്പം ഞാനൊരു നുണ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഒരാളെ എന്തെങ്കിലും ഒരു പാപം ചെയ്തു, ഒരു ദുഷ്ടത പ്രവർത്തിച്ചു, ആക്രമിച്ചു, മർദ്ദിച്ചു, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ പാപം ചെയ്ത് കഴിയുന്നതോട് കൂടെ ആ പാപത്തിന് നമ്മുടെ മേലൊരു അധികാരമുണ്ട്. ആ അധികാരം ഏതുപോലെയുള്ള അധികാരമാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? ഇരയുടെ മുകളിൽ സിംഹത്തിനുള്ള അധികാരം പോലെയാണ് നാം ചെയ്യുന്ന പാപത്തിന് നമ്മുടെ മേലുള്ള അധികാരം. ഹല്ലേലൂയ. സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു, പാപം പാപിയെ കാത്തിരിക്കുന്നു. പാപിയും പാപവും തമ്മിലൊരു ബന്ധമുണ്ട്. പാപിയും പാപവും തമ്മിലുള്ള ബന്ധം സിംഹവും ഇരയും തമ്മിലുള്ള ബന്ധം പോലെയാണ്. ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ, കൊല്ലാൻ വരുന്ന ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ ഇരയ്ക്ക് എന്ത് അധികാരമുണ്ടോ, എന്ത് ശക്തിയുണ്ടോ, അത്രയും വില മാത്രമേ നാം ചെയ്ത പാപത്തിന് മുമ്പിൽ പാപിക്കുള്ളൂ എന്നാണ് തിരുലിഖിതം പഠിപ്പിക്കുന്നത്. പാപം തിരിച്ചു വരുമ്പോൾ പാപിയും പാപിക്കുള്ള സമസ്ത വസ്തുക്കളും പാപത്തിൻ്റെ ആഹാരമാണ്. പാപം തിരിച്ചു വരുമ്പോൾ പാപിയും പാപിയുടെ സമസ്ത മേഖലകളും, ശരീരം, മനസ്സ്, ആത്മാവ്, കുടുംബം വേദന കൊണ്ടും ദുരിതം കൊണ്ടും നിറയും. റോമാലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും, ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും, ദുരിതവും ക്ലേശവും ഉണ്ടാകും. അപ്പോൾ തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും, ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും, ദുരിതവും, അതായത് ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുക എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു ധാരണ നമ്മൾ പലർക്കും മനസ്സിൽ കിടപ്പുണ്ട്. അതങ്ങോട്ട് മാറ്റി വെക്കുക. അതല്ല ദൈവവചനം പഠിപ്പിക്കുന്നത്. അതാര് ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഏത് അവസ്ഥയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും,
ഈ വചനം കേൾക്കുമ്പോൾ അംഗീകരിച്ചാൽ അംഗീകരിച്ചില്ലെങ്കിലും വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഏത് ജാതിപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി, ഏത് പ്രായത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി, ഏത് അവസ്ഥയിൽപ്പെട്ട വ്യക്തി, കടബാധ്യതക്കാരനോ പണമുള്ളവനോ കുട്ടിയോ മുതിർന്നവനോ തിരിച്ചറിവുള്ളോ തിരിച്ചറിവില്ലാത്തവനോ മന്ദബുദ്ധിയോ അല്ലെങ്കിൽ നോർമൽ ബുദ്ധിയോ എന്തും ആകട്ടെ, ഈ ഒരു സംവിധാനം സകലർക്കും ഒരുപോലെ ബാധിക്കുന്ന വിഷയമാണ്. തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും, അത് വൈദികനായാലും ജനങ്ങളായാലും, വിശ്വാസമുള്ളവനായാലും വിശ്വാസം ഇല്ലാത്തവനാണെങ്കിലും, നിരീശ്വരനാണെങ്കിലും വിശ്വാസിയാണെങ്കിലും, തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും, ആദിമഹൂതനും പിന്നെ ഗ്രീക്കുകാരനും, ദുരിതവും ക്ലേശവും ഉണ്ടാകും. സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 8-ാമത്തെ വാക്യം, സുഭാഷിതങ്ങൾ 22:8 വചനം പഠിപ്പിക്കുകയാണ്: അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും, അവൻ്റെ കോപതണ്ട് പ്രയോജനപ്പെടുകയില്ല. അവിടെ കിടന്ന് എന്ത് കുസ്തി കൂടിയിട്ട് ഒരു കാര്യമില്ല, എന്ത് വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. കിണറ്റി ചാടിയതുപോലെ അവൻ അവിടെ കടന്ന് കോപിച്ചിട്ടും ചാടിയിട്ടൊന്നും കാര്യമില്ല, അവിടെ കിടക്കുകയുള്ളൂ. പിന്നെ എളിമപ്പെട്ട ആരെങ്കിലും കയറിട്ട് എന്നാൽ കയറാം, അല്ലെങ്കിൽ അവിടെ കിടക്കും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് പറഞ്ഞ ഹല്ലേലൂയ. അവൻ്റെ കോപതണ്ട് അവന് പ്രയോജനപ്പെടുകയില്ല. ഒരു മത്സ്യം ചൂണ്ട വിഴുങ്ങിക്കഴിഞ്ഞാൽ അവിടെ കിടന്ന് കോപിച്ചിട്ടൊരു കാര്യമില്ല, അവിടെ കിടന്ന് പെടയും തോറും ചൂണ്ടയുടെ ആ കൂർത്ത അഗ്രം ചെകള വരെ തറച്ചു കയറും. ഇത്രേ ഉള്ളൂ കാര്യം. ആത്മാർത്ഥമായിട്ടാണ് പെടയണമെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ആത്മാർത്ഥത പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ലത് തന്നെ, പക്ഷെ അത് പാപം ചെയ്തതിന് മുമ്പ് വേണം. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഒരു മത്സ്യം ചൂണ്ട വിഴുങ്ങുന്നത് പോലെയാണ് ഒരു വ്യക്തി പാപത്തിലേക്ക് ചെന്ന് വീഴുന്നത്. പിന്നെ അത് പാപത്തിൽ വീണ് കഴിച്ചിട്ട് കിടന്ന് പെടഞ്ഞിട്ട് ഒരു കാര്യമില്ല. പെടയും തോറും അതിൻ്റെ കൂർത്ത അഗ്രഹം മുന ചെകിള വരെ തറച്ച് കയറി അവിടെ കിടന്ന് കൂടുതൽ കോംപ്ലിക്കേഷൻ ആവും. കിണറ്റിലേക്ക് ചാടിയിട്ട് അവിടെ കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിയിട്ട് ഒരു കാര്യമില്ല, ക്ഷീണിച്ച് വയ്യാതാവുന്നുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും. അനർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനർത്ഥം എന്ന് പറഞ്ഞാൽ ഓരോ തകർച്ചകൾ, പരാജയങ്ങൾ, അപകടങ്ങൾ, കറണ്ട് കപ്പി പൊട്ടി വീഴുക, ഇടി വീഴുക, അല്ലെങ്കിൽ മണ്ണിടിഞ്ഞ് വീണ് ചാകുക, വഴുസിടിച്ച് ചാകുക, പിന്നെ കലാപത്തിൽ മരിക്കുക, സുനാമി വന്ന് മരിക്കുക, ഒക്കെ ഓരോ അനർത്ഥങ്ങളാണ്. അനർത്ഥം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നാം പാപം ചെയ്യുമ്പോൾ പാപം ഒരു വിത്താണ്, നാം വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. അധർമ്മം, ദുഷ്ടത, അനീതി, പാപം ഒരു വിത്താ. ആ വിത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു വിതയ്ക്കൽ കർമ്മം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നെല്ല് വിതയ്ക്കുന്നത് പോലെ, ഗോതമ്പ് വിതയ്ക്കുന്നത് പോലെ, ചേന നടുന്നത് പോലെ അല്ല ഇത്. നെല്ല് വിതച്ചാൽ നെല്ലുണ്ടാവും, ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പുണ്ടാവും. പാപം വിതച്ചാൽ പാപം മാത്രമല്ല ഉണ്ടാകുന്നത്, പാപം വിതച്ചാൽ പാപം ഉണ്ടാവും, വേറെയും ചിലതുണ്ടാവും. പാപം വിതച്ചാൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് അനർത്ഥങ്ങൾ, ദുരന്തങ്ങൾ. ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്, അനീതി വിതയ്ക്കുന്നവൻ, പാപം വിതയ്ക്കുന്നവൻ, ദുഷ്ടത വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും. വലിയൊരു ഹാർവസ്റ്റ്, ഒരു വിളവെടുപ്പുണ്ടാവും. നമ്മൾ കാര്യം വിതയ്ക്കുമ്പോൾ ഒരു കൊട്ടയെ വിതയ്ക്കണമെങ്കിലും കൊയ്യുമ്പം പറക്കണക്കിന് കൊയ്തെടുക്കാം. നമ്മൾ പോകുന്ന സമയത്ത് പള്ളിയിൽ പോകുമ്പോഴോ, സ്കൂളിൽ പോകുമ്പോഴോ, കോളേജിൽ പോകുമ്പോഴോ, കടയിൽ പോകുമ്പോഴോ, ബസ്സിൽ കയറുമ്പോഴോ ഒക്കെ പൈസ കൊടുക്കാതെ പോവുക. അല്ല, പൈസ കൊടുക്കാതെ ഇന്നിപ്പോൾ അങ്ങനത്തെ ആളുകളൊന്നും ഉണ്ടാവില്ല. പണ്ടത്തെ ഓരോരോ കുസൃതികൾ. പിന്നെ അല്ലെങ്കിൽ കള്ളത്തരം പറയുക, നുണ പറയുക, ടീച്ചർമാരെ ദുഷിക്കുക, ഇതൊക്കെ അറിയാവുന്ന പാവങ്ങളൊക്കെ ചെയ്തോ. പോകുമ്പോൾ നിങ്ങൾ വിതയ്ക്കുന്നതിന് തുല്യമാണ് മക്കളെ. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ വിതയ്ക്കുക, കോളേജിൽ പോകുമ്പോൾ വിതയ്ക്കുക, കൂട്ടുകാർ കൂടി വിതയ്ക്കുക. കൊയ്യുമ്പോൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. കൊയ്യുമ്പോൾ കൂട്ടുകാർ കൂടെ ഉണ്ടാവില്ല, കൊയ്യുമ്പോൾ വേറെ ആരും കൂടെ ഉണ്ടാവില്ല. അവനോ ഒറ്റയ്ക്ക് കൊയ്തെടുക്കേണ്ടി വരും. മരിക്കുന്നത് വരെ ഇത് പിന്തുടരും, കൊയ്തുകൊണ്ടിരിക്കും. ചില വിത്തൊക്കെ വിതച്ചാൽ പറയണ്ട, ഭയങ്കര വിളവാം. ദുരിതം ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടായില്ല, ദുരിതം ഒഴിഞ്ഞിട്ട് ജീവിതം ഉണ്ടായില്ല. രാത്രിക്കും പകലും ദുരിതമായിരിക്കും. രാത്രി വിചാരിക്കും എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതിയെന്ന്, നേരം വെളുക്കുമ്പോൾ വിചാരിക്കും എങ്ങനെയെങ്കിലും രാത്രിയായാൽ മതിയെന്ന്. മുകളിൽ ആകാശം ഈയക്കട്ടിയും താഴെ ഭൂമി പിത്തളക്കട്ടിയുമായി രൂപാന്തരപ്പെടും. ഇരുമ്പും ഈയോ ആയിട്ട് മാറും ആകാശവും ഭൂമിയും. ഒരു അനുഗ്രഹം അതിനിടയിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കണ്ട. മുകളിൽ ഈയോ ഇരുമ്പും താഴെ ഈയോ ആയി നടക്കുന്ന ഒരാൾ കിട്ടുന്ന എന്താ സ്ഥിതി? അതുപോലെയാകും ഈ വക തിന്മകൾ, അനർത്ഥങ്ങളായി മാറിക്കഴിയുമ്പോൾ മനുഷ്യൻ്റെ സ്ഥിതി. രാത്രിയാകുമ്പോൾ എങ്ങനെയെങ്കിലും ചിന്തിക്കും, ദൈവമേ ഒന്ന് നേരം വെളുത്ത് കിട്ടിയിരുന്നെങ്കിൽ,
നേരം വെളുക്കുമ്പോൾ ചിന്തിക്കുക, അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് രാത്രി ആയാൽ മതിയായിരുന്നു. ഒരു ആശ്വാസത്തിന് വേണ്ടി ഇങ്ങനെ ലോങ് ചെയ്യും. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാണ് നാം ചെയ്യുന്ന പാപത്തിൻ്റെ ഗൗരവം. അതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ മനുഷ്യരിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. ഇങ്ങനെ പാപം ചെയ്ത ആളുകളുടെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ വരുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇത് ഈ മനുഷ്യൻ ചെയ്ത പാപത്തിന് ദൈവം ഇവരെ കണക്കിന് ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ചിന്ത വരും. അത് ദൈവവചനപ്രകാരമുള്ള ചിന്തയല്ല. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവമാണ് രക്ഷിക്കുക എന്നുള്ളത്. നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. ഒരാളുടെ നാശത്തിൽ നമ്മുടെ ദൈവം സന്തോഷിക്കുന്നില്ല. എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായം 32-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. എസെക്കിയേൽ 18:32. അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവമാണ്, നമ്മൾ ഹിമാലയ പർവ്വതം പോലെ പാപം ചെയ്തു കൂട്ടിയാലും അപ്പോഴും നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും നമ്മളെ രക്ഷിക്കണമെന്നുള്ളതാണ്. നമ്മൾ ഇത് പാപം ചെയ്ത് നമ്മുടെ ദൈവത്തെ കുരിശ് തറച്ച് കൊന്നാൽ പോലും ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നമുക്കൊരു ദോഷം വരണമെന്ന് ഒരിക്കലും ദൈവം അവന് നന്മയുണ്ടാകണം, അനുഗ്രഹം ഉണ്ടാകണം. ദൈവം എന്ന് പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കാൻ മാത്രമേ നമ്മളെ രക്ഷിക്കാൻ മാത്രമേ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. അതാണ് വചനം പഠിപ്പിക്കുന്നത്. ആരുടെയും നാശത്തിൽ, ആരുടെയും തകർച്ചയിൽ, ആരുടെയും ദുരിതത്തിൽ എനിക്ക് സന്തോഷമില്ല. നിങ്ങളുടെ ദുരിതം നീങ്ങിപ്പോകാൻ വേണ്ടി നിങ്ങളുടെ പാപം നീങ്ങണം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മൾ എത്ര ചിന്തിച്ചാലും ശരി, ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ഇങ്ങനെയാണ്, ഒരിക്കലൊരു പാപത്ത് ചെന്നുപെട്ടാൽ പിന്നെ ആ പാപത്തിൽ നമുക്ക് മോചനമില്ല. കിണറ്റ് ചാടിയ മാതിരി അവിടെ കടന്ന് ഓടുക എന്നല്ലാതെ, ഓടി തളർന്ന് അവിടെ കടന്ന് മരിക്കുക എന്നല്ലാതെ വേറൊരു വഴിയില്ല മക്കളെ. അതാണ് സങ്കീർത്തന പുസ്തകം 49-ാം അധ്യായം 7-8 തിരലഗിതങ്ങൾ. സങ്കീർത്തനം 49:7-8 വാക്യം പറഞ്ഞെങ്ങനെയാണ്? ജീവൻ്റെ വിടുതൽ വില വളരെ വലുതാണ്, എത്രയായാലും അത് തികയുകയില്ല. സങ്കീർത്തനം 49-ാം അധ്യായം 7-8 തിരലഗിതങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ പാപം ചെയ്താൽ ആ പാപം പിന്നെ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമ്മൾ പരിഹാരം ചെയ്ത് ആ പാപം എല്ലാം കഴുകിക്കളയാം എന്ന് ചിന്തിക്കണ്ട. കാരണം നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് മായ്ക്കാൻ പറ്റുന്നതല്ല നമ്മുടെ പാപങ്ങൾ. എന്ന് പറഞ്ഞാൽ നമ്മൾ പാപം ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് പരിഹാരം ആരംഭിച്ചു. നമ്മൾ വലിയൊരു ഉമിത്തിക്കാതെ ഇറങ്ങിയിരുന്ന് ശരീരം മുഴുവൻ അങ്ങോട്ട് ദഹിപ്പിച്ചു കളഞ്ഞെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മുടെ ശരീരം മുഴുവൻ ദഹിപ്പിച്ചു കളഞ്ഞാലും നമ്മുടെ പാപം അതുകൊണ്ട് കഴുകിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് സ്വർഗസ്വനായ പിതാവ് പറഞ്ഞു, ഇനി നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ട്, നിങ്ങളുടെ സ്വന്തം പരിഹാര ക്രിയകൾ കൊണ്ട് പാപം കഴുകാൻ സാധ്യമല്ല. അങ്ങനെ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. പാപം ഏറ്റെടുക്കാൻ വേണ്ടി യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. യേശു ഈ ഭൂമിയിലേക്ക് വന്നു, നമ്മുടെ പാപങ്ങൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് വഹിച്ചു. അവൻ കുരിശിലേക്ക് കയറി നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. അതാണ് 2 കൊറിന്തോസ് 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. 2 കൊറിന്തോസ് 5:21. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. യേശു ക്രിസ്തു ഒരു പാപവും ചെയ്തിട്ടില്ല. എന്നാൽ നമ്മൾ പാപം ചെയ്തിരുന്നു. ആടുകളെ പോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വഴിക്ക് പോയി. നമ്മൾ ഇഷ്ടമുള്ളതെല്ലാം നമ്മൾ ചെയ്തു. ആ പാപങ്ങളെല്ലാം തിരിച്ചു വരുമ്പം നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമാകും. കാരണം ഓരോ പാപവും അതിൻ്റെ ദുരിതം നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഇത് സ്വർഗസ്വനായ പിതാവിനറിയാം. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സംഭവം. അതായത് അച്ഛൻ ഒരു സ്ഥലത്ത് ധ്യാനം നടത്തുമ്പം അമേരിക്കയിലെ ഒരു ജയിലിൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു പെറ്റി കേസ് ഉണ്ടാക്കി ഉള്ളിൽ ചെന്നിട്ട് ഈ മനുഷ്യനെ ദ്രോഹിച്ച ഒരു മനുഷ്യനെ ജയിലിനുള്ളിൽ കിടപ്പുണ്ട്. ആ ജയിലിലിട്ട് അയാളെ കുത്തി കൊലപ്പെടുത്തി. പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത വന്നു, പിക്ചറൊക്കെ വന്നു. അപ്പം മൊത്തം ശരീരം മുഴുവനും കത്തിക്കുത്തേറ്റ് കിടക്കുകയാണ് ആ മരിച്ച മനുഷ്യൻ.
പക്ഷെ ആ മനുഷ്യൻ പുറത്തായിരുന്ന സമയത്ത് മറ്റൊരാൾ എന്തോ ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഉപദ്രവം ഏറ്റ മനുഷ്യനാണ് ഉള്ളിൽ ചെന്നിട്ട് ആ പിക്ചർ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. മൊത്തം ശരീരം മുഴുവൻ കത്തി കൊണ്ട് കുത്തി കീറി വച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ പിക്ചർ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ കത്തിക്കുത്തി വീഴേണ്ടതായിരുന്നു. ഇതേപോലെ നമ്മുടെ ശരീരം കുത്തി കീറി ഇടേണ്ടതായിരുന്നു. എന്നാൽ നമ്മുടെ പിതാവായ ദൈവം പറഞ്ഞു, നോ, എൻ്റെ മകൻ എൻ്റെ മകള് തകരാൻ പാടില്ല, എൻ്റെ മകൻ എൻ്റെ മകള് നശിക്കാൻ പാടില്ല, എൻ്റെ മകൻ കണ്ണുനീരൊഴുക്കാൻ പാടില്ല. അതിനുവേണ്ടി യേശുവിനെ പകരക്കാരനായി ഭൂമിയിലേക്ക് അയച്ചു. എന്നിട്ട് യേശുവിൻ്റെ മേലെ എല്ലാ പാപങ്ങളും പിതാവായത് എടുത്തു വെച്ചു. യേശുവിനെ പാപമാക്കി. ഞാൻ ചെയ്തതും നിങ്ങൾ ചെയ്തതും ഓരോരുത്തർ ചെയ്ത പാപങ്ങളും യേശുവിൻ്റെ മേലെ എടുത്തു വെച്ച് യേശുവിനെ പാപമാക്കി. അതാണ് 2 കൊരിന്ത്യർ 5:21 നമ്മൾ വായിക്കുന്നത്. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ മകനും മകളും ആകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. നമ്മുടെ ഓരോ പാപവും യേശുവിൻ്റെ മേൽ എടുത്തു വെച്ചപ്പോൾ യേശു പാപിയായി മാറുകയല്ല ചെയ്തത്. യേശു എന്തായി മാറി? യേശു പാപം ആക്കി മാറ്റപ്പെട്ടു. യേശു പാപമാക്കി മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം, നമ്മൾ സഹിക്കേണ്ട ഓരോ അടി യേശു ഏറ്റുവാങ്ങി. നമ്മുടെ കരണത്ത് വീഴേണ്ട അടി പകരക്കാരനായി യേശു പാപം ഏറ്റെടുത്തപ്പോൾ നമ്മുടെ കരണത്ത് വീണ്ട അടി യേശുവിൻ്റെ കരണത്ത് യേശു ഏറ്റുവാങ്ങി. നമ്മുടെ മുഖത്ത് വീണ്ട തുപ്പൽ യേശുവിൻ്റെ മുഖത്ത് യേശു ഏറ്റുവാങ്ങി. നമ്മുടെ മേൽ വീണ നിന്ദനം യേശുവിൻ്റെ മേൽ വീണു. അങ്ങനെ യേശു തകർന്നവനായി നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. യേശയ്യായുടെ പുസ്തകം 50:6 യേശയ്യ 50:6 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും അവൻ കാണിച്ചു കൊടുത്തു. തുപ്പലിൽ നിന്നും നിന്ദയിൽ നിന്നും അവൻ മുഖം തിരിച്ചില്ല. തുപ്പലും നിന്ദ കൊണ്ടും മൂടപ്പെട്ട ഈശോ. പട്ടാളക്കാർ അവൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടി മാറി മാറി കർണത്ത് അടിച്ചിട്ട് പറഞ്ഞു, നിന്നെ അടിച്ചത് ആരെന്ന് പ്രവചിക്കുക. എന്നിട്ട് തുപ്പലും നിന്ദയും കൊണ്ട് അവനെ മൂടി. അവൻ്റെ മുഖം വിരൂപവും ബീഭത്സമായി മാറി. യേശയ്യ 53:3-4 വാക്കുകൾ വായിക്കുന്നത് എങ്ങനെയാണ്: കണ്ടവർ മുഖം തിരിച്ച് കളയുമാറ് അവൻ്റെ മുഖം വിരൂപവും ബീഭത്സമായി മാറി. ക്രൂശിതനായ യേശുവിനെ ഒരു നിമിഷം ധ്യാനിക്കാം. എത്രമാത്രം ഉറക്കെ യേശുവിനെ എന്ന് വിളിക്കാമോ അത്ര ഉറക്കെ നിങ്ങൾ യേശുവെ എന്ന് വിളിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപമോചനമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. അവൻ്റെ ശരീരം ഉഴവുചാലുപോലെയായി മാറി. അവൻ്റെ ശരീരം ഉഴവുചാലുപോലെയായി മാറി. ഈ സമയം അനുതാപം കിട്ടാത്ത അനേകം വ്യക്തികളുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അനേകം വ്യക്തികളുണ്ട്. കൂദാശകൾ ഉപേക്ഷിച്ച് നടക്കുന്ന അനേകം വ്യക്തികളുണ്ട്. അനേകരുടെ മേൽ കർത്താവിൻ്റെ കരുണ സമൃദ്ധമായി വീഴുന്ന അനുഗ്രഹം ചൊരിയപ്പെടുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന. എൻ്റെ ദൈവം ഏകജാതനെ നൽകി എനിക്കാ എൻ്റെ ഈശോ പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനെ, ദൈവ സ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കാ എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കാ കർത്താവേ ഈശോ പരിഹാര ബലിയായി. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തി സ്ക്രീനിലുള്ള ഈശോയുടെ രൂപത്തിലേക്ക് നോക്കുക. യേശുവേ, എൻ്റെ പാപങ്ങൾ അങ്ങയുടെ ശരീരത്തിൽ അവിടെ നിന്ന് ഏറ്റെടുത്തപ്പോൾ എൻ്റെ ശരീരത്തിൽ വീണ അടിപ്പിണരുകൾ അങ്ങയുടെ ശരീരത്തിൽ അവിടെ നിന്ന് ഏറ്റുവാങ്ങി. എൻ്റെ മുഖം വിരൂപമാകാതിരിക്കാൻ അങ്ങയുടെ മുഖത്ത് അവിടെ നിന്ന് കർണത്തും മുഖത്തും അവിടെ നിന്ന് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. അങ്ങയുടെ മുഖം വിരൂപവും ബീഭത്സമായി മാറി. എൻ്റെ രക്തം ചിന്തപ്പെടാതിരിക്കാൻ വേണ്ടി അവിടുത്തെ രക്തം അവിടെ നിന്ന് ചിന്തിയും. എനിക്ക് വേണ്ടി പകരക്കാരനായി കുരിശിൽ മരിച്ച എൻ്റെ യേശുവേ, അങ്ങയെ എൻ്റെ ജീവിതത്തിൻ്റെ പാപപരിഹാര ബലിയായി ഞാൻ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി എത്ര ഉച്ചത്തിൽ യേശുവിനെ വിളിക്കാമോ അത്ര ഉച്ചത്തിൽ ഉറക്കെ വിളിക്കുന്നു. യേശുവേ, 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 എൻ്റെ രക്ഷക, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, എനിക്ക് വേണ്ടി കുരിശിൽ അരഞ്ഞവനെ, എനിക്ക് വേണ്ടി തകർന്നവനെ,
ആരാധിക്കുന്നു. കുരിശിൽ എനിക്ക് വേണ്ടി ശരീരത്തെ തകർത്ത് ഏറ്റുവാങ്ങിയവനെ, എന്റെ രക്ഷിതാവേ, ചൊരിഞ്ഞനാദാ എനിക്ക് മരിച്ചനാദാ എനിക്ക് മരിച്ചനാദാ. ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണ് എൻ്റെ ആശ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും, രോഗമോ ആരോഗ്യമോ തകർച്ചയോ ഉയർച്ചയോ അപമാനമോ നിന്ദനമോ എന്തു തന്നെയാകട്ടെ, ആ വേദനയിലിരുന്ന് ആ അവസ്ഥയിലിരുന്ന് കർത്താവ് യേശുവിനെ നമുക്ക് ഏറ്റുപറയാം. ജീവിതത്തിലെ എല്ലാ അവസ്ഥയിലും നമ്മൾ ഏറ്റുപറയുന്ന കാര്യം എങ്ങനെയാണ്? എൻ്റെ യേശു എനിക്ക് സകലത്തിലും മതിയായവനാണ്, എൻ്റെ യേശു എനിക്ക് എല്ലാറ്റിലും ഉപരിയാണ്. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കുട്ടികളും മുതിർന്നവരും ഇപ്പോൾ ഉച്ചത്തിൽ സ്തുതിക്കണം. കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. യേശുവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ, യേശുവേ, ദൈവമേ, യേശുവേ, നീ എന്നും മതിയായവൻ. നീ എന്നും മതിയായവൻ. നീ എന്നും മതിയായവൻ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന